ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്ര സമയം വരെ സ്ത്രീ പങ്കാളി ബെഡിൽ തന്നെ തുടരണം, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണം? മറ്റൊരു ചോദ്യമാണ്, ഈ ഓവുലേഷൻ ട്രാക്ക് ചെയ്തിട്ട് ആ സമയങ്ങളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓവുലേഷൻ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആർത്തവം നടക്കുന്നവരെ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുന്നവരെ പിന്നെ ബന്ധപ്പെടാൻ പാടുണ്ടോ, അല്ലെങ്കിൽ കട്ടിയുള്ള ജോലികൾ ചെയ്യാൻ പാടുണ്ടോ, അതോ പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണോ? ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഗർഭധാരണം നടക്കാതിരിക്കുമോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ധാരാളം കപ്പിൾസ് മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ ക്ലിനിക്കിൽ നേരിട്ട് വരുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്. നോർമൽ കപ്പിൾസിന് അങ്ങനെ ഒരു കൂടുതൽ സമയം ബെഡിൽ ചെലവഴിക്കേണ്ട കാര്യമില്ല. എന്നാലും ശുക്ലം വിസർജിച്ച ഉടനെ തന്നെ ലിംഗം പുറത്തേക്ക് എടുക്കുന്നത് കൂടുതൽ ശുക്ലം പുറത്തേക്കാവാനുള്ള ടെൻഡൻസി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പങ്ങളുള്ള, അതായത് ശുക്ലത്തിൽ ബീജങ്ങളുടെ അളവ് കുറവുള്ള പുരുഷന്മാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ശുക്ലം വിസർജിച്ച് കഴിഞ്ഞ് ഒരു അല്പനേരം ലിംഗം യോനിയിൽ തന്നെ വെക്കുന്നത് കൂടുതൽ ശുക്ലം അകത്തേക്ക് പ്രവേശിക്കുവാനും അതുവഴി ഗർഭധാരണം എളുപ്പമാക്കുവാനൊക്കെ സഹായിക്കും. ഈ ഓവുലേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഗർഭധാരണം നടക്കുവാനുള്ള സാധ്യത കുറയ്ക്കുക എന്നുള്ള സംശയം അതും അസ്ഥാനത്താണ്. കാരണം ഒരു ഗർഭധാരണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭ്രൂണം വന്നിട്ട് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇംപ്ലാന്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഭ്രൂണം വളരെ ഡീപ്പായിട്ട് തന്നെ യൂട്രൈൻ വാളിലേക്ക്, യൂട്രൈൻ വാൾ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയത്തിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫോഴ്സ് ഒന്നും ഒരിക്കലും ആ ഒരു ഭ്രൂണത്തിനെ പുറത്തേക്ക് കളയില്ല, അല്ലെങ്കിൽ അത് കാരണം ഗർഭധാരണം നടക്കാതിരിക്കില്ല. അതുപോലെ നിങ്ങൾ കട്ടിയുള്ള ജോലികളോ എക്സസൈസോ ഒക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഗർഭധാരണത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നില്ല.